അല്ല ഞാൻ എന്തായാലും പോവാടാ, ഞാൻ എന്തായാലും പോവാ സൂര്യ, ഞാൻ പോവാ, ഞാൻ എനിക്കിനി സംസാരിക്കാന്നല്ലേ, ഞാൻ പോവാ. ഒരു ഫാമിലി താര ഓ അയ്യോ ഞാൻ പേടിച്ചതോ. താരെല്ലാം കേട്ടാണല്ലോ അല്ലേ? അല്ല നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. എന്തോ പറയുമായിരുന്നില്ലേ? സോറി. എന്ത് ചെയ്യാനാ താര, നമുക്കിതെല്ലാം സോൾവ് ചെയ്യാനൊരു പോയിന്റ് വരെ പറ്റും. ഒന്നിനും അമ്പിന് വില്ല് അടുക്കുന്നില്ല, എന്ത് ചെയ്യാനാ? ബ്രേക്കപ്പ് ഒക്കെ എത്തി. മിക്കവാറും ഇത് ബ്രേക്കപ്പ് ആണ്. അലിയയുടെ കൂടെ. എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും കൂടി നമ്മളായിട്ട് ബ്ലെയിം ചെയ്യുക. അങ്ങനെ നമ്മള് മറ്റേ കൊച്ചിനെ നോക്കുന്ന കാശിന് വേണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഭയങ്കര 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 മോശം. ഞാൻ അങ്ങനെയാണോ? അങ്ങനത്തെ ഒരാളായിട്ട് തോന്നിയോ താരക്ക്? ചന്ദ്രൻക്ക് ഇല്ല ഇല്ല ഇല്ല, ഞാൻ കേട്ടത് ചന്ദ്രൻക്ക് മോനെ ഭയങ്കര ഇഷ്ടമാണ്, അലീനനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്ക് അങ്ങനെ എനിക്ക് ഇതൊക്കെ കാണിക്കാമെങ്കിൽ പണ്ടേ കാണിക്കാറുണ്ട്. ഞാൻ ഇതുവരെ ഒരു രീതിയിൽ ആരും ഉപദ്രവിച്ചിട്ടില്ല. വണ്ടി കുറച്ചോടും. ചന്ദനക്കിണ്ണം താരയുടെ കാല് ഇത്ര കുഞ്ഞായിരുന്നാ? താരയുടെ കാല് ഇത്ര കുഞ്ഞായിരുന്നാ? അല്ല അല്ല, എന്റെ കൂടെ ഒരു കുഞ്ഞുണ്ട്. എന്റെ അനിയനാണ്, അനിയൻ. ഓ വണ്ടിക്കകത്ത് ഒരാളുണ്ടായിരുന്നോ? കുഞ്ഞാണോ? ആ കുഞ്ഞ് 5 years ആണ്. കാണാനില്ലല്ലോ. എന്റെ കയ്യിലുണ്ട്. ഓ കയ്യിലാണ്. അതെ 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 അതെ. ചന്ദ്ര, ഞാനിവിടെ ഈ വണ്ടിയിലുള്ളത് ആർക്കും അറിയത്തില്ല. അലീനക്ക് അറിയത്തില്ല. ഡ്രസ്സാ കേറാൻ പറഞ്ഞപ്പോ ഞാൻ കേറിയതാ. പിന്നെ അവിടെ നിങ്ങൾ സംസാരിക്കുമ്പോ എന്തെറ്റിന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. വേറെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ഈ കാര്യം അലീന അറിഞ്ഞാൽ അത് പ്രശ്നമാവും. എന്താ പ്രശ്നം? അറിയില്ല എന്താ പ്രശ്നം. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവൂല. ഹായ്. ഹലോ. പപ്പടമോൻ വായിന്ന് മറ്റേ സാധനം ഇതുവരെ മാറ്റിയിട്ടില്ലല്ലേ? പ്രാണിയാ? അതെ ചന്ദ്ര, കണ്ണൂരിലെ വെക്കോ. താങ്ക് യു. എന്താ പേടിയണോ? കണ്ണു പേടിയണോ? അല്ല അല്ല, കുഞ്ഞുണ്ടല്ലോ. എനിക്കും പേടിയായി ചെറുതായിട്ട്. ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല താര, ഞാൻ അല്ല അതറിയോ. പക്ഷെ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ സീരിയസ് ആയപ്പോ ചെറുതായിട്ടൊരു പേടി. എന്താന്ന് എനിക്കറിയില്ല, സംഭവം എന്താന്ന് എനിക്കറിയില്ല. പേടിയൊക്കെ പഠിച്ചരാ. അയ്യോ. അപ്പൊ കുരുട്ടോടെ പോയി വണ്ടി കയറി. എലി ഉണ്ടായിരുന്നില്ല ഇവിടെ? തപ്പടുമോനെ സംസാരിക്കില്ല കുറച്ചു നേരത്തേക്ക്. ആ സാധനം വയൽ കയറി പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. ഹലോ. അയ്യോ കേറിയില്ല, തപ്പടുമോൻ കേറിയില്ല വണ്ടി. കേറിയില്ല വരുന്നുണ്ട്. ചന്ദ്രു വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. എല്ലാം ശരിയാവട്ടെ താര. ഫസ്റ്റ് ടൈം ആ ചന്ദ്രു ഇങ്ങനെ സീരിയസ് ആയത് കണ്ടത്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ചന്ദ്രു പറഞ്ഞാൽ മനസ്സിലാവണ്ട താര. എത്ര നമ്മൾ ഒരാളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് മനസ്സ് വലിച്ചു തുറന്ന് കാണിക്കാനൊന്നും പറ്റത്തില്ലല്ലോ താര.
ഹരി ബ്രോ വെൽക്കം ടു ദ ലൈവ്. അപ്പോ എന്താ തീരുമാനിക്കാൻ പോകുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. ഇത് അലീനക്ക് പൊട്ടും പറ്റില്ലെന്നാ പറയണേ. സൂര്യബോസിനെയും എന്നെയും ഇങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടെന്നാ പറയണേ. ഞാൻ കാശിനൊക്കെ വേണ്ടിട്ട് നിൽക്കുന്നത്, കാശിന് വേണ്ടിട്ടെന്നൊക്കെയാ പറയുന്നേ. നീ ഇതൊക്കെ കേട്ടിരിക്കുന്ന എന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഭയങ്കര പരിതാപകരമാണ് സത്യം പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ട്. എല്ലാം ശരിയാവും. വണ്ടി റൈറ്റ്സിങ് എത്തും എൻ്റെ അടുത്ത്. കുറച്ച് നേരമായില്ല. ആര് എവിടെയും കാണുമല്ലേ അവര്? ട്രീസ ഇവിടെ ഉണ്ടാവും എന്തോ. ഇത് ഇപ്പഴും ഉറക്കമാണ് കേട്ടോ ട്രീസ. ആ മരിച്ചു കേട്ടാ. അടക്ക ട്രീസ മരിച്ച് ഇത് മരിച്ച് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എടി ആ ശവശരീരം ഒന്ന് വിട്ടുതരാവോ? അതിന് ആ ശവശരീരം ഒന്ന് വിട്ടുതരണം എനിക്കൊന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ. അല്ല വിട്ടുതരണം. അല്ല വിട്ടുതരണം. ട്രീസ എന്റെ ഫ്രണ്ടാണ്. വിട്ടുതരണം. എന്റെ അടുത്ത് ക്രഷ് ഉണ്ടാകുന്ന കൊച്ചാണ്. ഈ സെമിത്തേരി എവിടെയാ? ചന്ദ്ര അപ്പഴ മോനെ അല്ല അവളെ വണ്ടി കയറ്റി. ഇതാ നിങ്ങൾക്ക് ആർക്കേലും ഈ സംസ്കാരത്തിന് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയോ? സൂര്യബോസ കയറാം. ഇല്ല അതന്നെ ഇത് സാറേ ആള് രക്ഷപ്പെടുന്നു പറഞ്ഞോളൂ. ആ വണ്ടിയുടെ ബാക്കിലാണ് സാറേ ആള്. മറ്റേ കൊറേ നേരമായിട്ട് ആളെ കാണാതിരുന്നപ്പോഴേ വണ്ടിയിലോട്ടൊന്ന് കയറ്റിയത് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിട്ട്. രായ വെൽക്കം ടു ദ ലൈവ് അളിയാ. ഒട്ടും വയ്യാട്ടാ അവക്ക് എണീക്കാൻ. ഒട്ടും വയ്യാട്ടാ. നോക്കി പതുക്കെ എണീറ്റാ. പതുക്കെ എണീറ്റത് വയ്യാത്തല്ലേ. പതുക്കെ എണീറ്റത്. എല്ലാം എന്റെയാണ്. ചില പിള്ളേരെല്ലാം മറ്റേ മെഷീനല്ലേ. കൊക്ക് എവിടെ? കൊക്ക് മറ്റേ കാട്ടി കാണാം. നീല ട്രീസ വരുവാണോ? നമുക്കൊരു അത്യാവശ്യ സ്ഥലങ്ങൾ പോവാറുണ്ടായിരുന്നു. ട്രീസ ഞാൻ കാര്യം പറയാം. നമ്മളിപ്പം ഈക്വലായി. ഇനി നമ്മൾ തമ്മിലൊരു അടി വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് ഇപ്പൊ കോംപ്രമൈസ് ഇവിടെ വെച്ച് നമ്മൾ ഇപ്പൊ കോംപ്രമൈസ് ചെയ്യല്ലേ? ഇത് നമ്മുടെ കോംപ്രമൈസ് ചെയ്യുക. അല്ല ട്രീസ ഇനി ഇതിലൊരു തോക്ക് വെച്ച് കീഴടങ്ങാൻ പോയല്ലേ? അതിനെ തോക്കെടുത്തേ. എന്നെ ആർക്കും വിശ്വാസമല്ലടാ സൂര്യ. എന്നെ ആർക്കും വിശ്വാസമല്ല. നിങ്ങളുടെ അപ്പാവെ ആർക്കും വിശ്വാസമല്ല. എന്നെ എതുക്ക് ഭയപ്പെടണം? ഞാൻ ഇത്ര നല്ല പയ്യെ സിറ്റിയിലുണ്ടാ. കാണാൻ കിട്ടുമോ? 1000-1. ആര്? யாரு நானா? அது அப்படி ஒண்ணும் இல்ல. சும்மா அதக்க சும்மா போய் அவர் என்கிட்ட என்ன சொன்னார்னா, நான் வந்து அத்தனை வாட்டி வரல, நீ உங்க அப்பா போல இல்ல, சந்திரனா இந்த இடத்துக்கே வர மாட்டான், அவன் தான் உங்க அப்பா பையன் அப்படின்னு சொன்னாரு பையன்ட்ட. அப்படி சொன்னா? அம்படா அப்படி சொல்லிச்சு சத்தியம். ஹரி ப்ரோ ஹாய் ப்ரோ. ஹாய் சந்திரன். ഹരി ബ്രോ വെൽക്കത്തില്ലേ? ഹായ്. താങ്ക് യു സോ മച്ച് സൂപ്പർ ചാറ്റ്. കണ്ട എന്നെ ട്രസ്റ്റ് ചെയ്തില്ല. റീസൺ ട്രസ്റ്റ് ചെയ്തില്ല. അലീന ഞാൻ അവസാനമായിട്ട് ചോദിക്കാം. ഈ പ്രശ്നം ഇപ്പൊ ഇവിടെ പറഞ്ഞ് തീർക്കാൻ താല്പര്യണ്ടാ? ഇപ്പൊ നിന്റെ കൂടെ എലിയും ഇല്ല, നിന്റെ പെരിയമ്മയും ഇല്ല, ആരും ഇല്ല. കണ്ടാ ഇതാണ് മനസ്സിലായ? എടി തീർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിനക്ക് എന്നെ വിശ്വാസമല്ല, എന്റെ ചെറുക്കനെ വിശ്വാസമല്ല. ഞാൻ നമ്മളിത് എന്ത് ചെയ്യണോടാ സൂര്യ? പറഞ്ഞു നീ എന്താ പറഞ്ഞ? ഞാൻ കാശടിച്ചോ നടക്കണം.
എടി ചന്ദ്രനെ കോടികൾ ആസ്തികൾ ഒരുത്തനാ ഞാൻ. ഈ അവന്റെ ഈ 5 കോടിയാ എടി? 5 കോടി ഞാൻ കാണിച്ചു. എന്റെ അക്കൗണ്ടിൽ 5 കോടി. നിനക്കാണ് ഫോൺ തരാം, നോക്ക്. ആ നിന്റെ ഐഡി പറ. ഫോൺ ചാർജ് ഇല്ല കേട്ടാ. പ്രശ്നം തീരുവല്ല കൊടുത്ത്. പ്രശ്നം തീരുവല്ല കൊടുത്ത്. കൊടുത്ത്. കൊടു. എടി ഞാനേ നീ നോക്ക്. നീ ഫോൺ നോക്കി ഈ ബന്ധം ഇവിടെ തീരും. നീ നോക്ക്. അത്രയ്ക്കുള്ള വിശ്വാസമേ ഉള്ളൂ. താര ഇതെല്ലാം കണ്ടല്ല? ട്രീസ കാണുന്നല്ലേ ഇതെല്ലാം? ഇവിടെ പാസ്വേഡ് ഞാൻ പാസ്വേഡ് ഒന്നുമില്ല. എന്നാണെങ്കിൽ തുറന്നു നോക്കാം. പവർ ബാങ്ക് ഉണ്ട്, പക്ഷെ ഇത് നോക്ക്. തുറന്നു നോക്ക്. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസവൻ എനിക്ക് സ്റ്റിക്കർ അയച്ചതാണ്. അത് സ്ക്രീൻഷോട്ട് അറിയാണ്ടായിട്ട് വാൾപേപ്പർ ആയതാണ്. വേറെ തെറ്റിദ്ധരിക്കുന്നത് വേണ്ട. അത് വാസവനാണ്. മോളി നോക്കിയാൽ മനസ്സിലാവും. 85 90 21 ആയിരിക്കും. 859021. എടി ഞാൻ പിന്നെ നിന്നെ പോലെ തൊട്ടി വിചാരിച്ചാ നീ? എടി ചന്ദ്രനെ അന്തസ്സുള്ളവനാ. നിനക്കൊക്കെ അല്ലെങ്കിൽ എന്നോട് ക്രഷ് പോകുമോ എപ്പോഴേലും? എന്റെ പുറകെ നടന്നാളാണോ ദേവിള്? ആ പിന്നെ അവളെ എന്റെ അടുത്തല്ലോ. എന്ത് അല്ല നീ ആ ഫോണ്ടത്തിലെ കണ്ടായിരുന്നോ? നീ ആ ഫോണ്ടത്തിലെ കണ്ടായിരുന്നോ അതിന്റെ? എനിക്ക് ഒരൊറ്റ ഫോണേ ഉള്ളൂ. എനിക്ക് ആ ബാങ്ക് അക്കൗണ്ട്. പിന്നെ ഞാൻ നിന്നേരാ. പറ. ഫോണ് തന്നത് ഇതിന്ന് കാശ് എടുക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചല്ലേ? ഏത്? എടി നീ കാശ് എടുക്കാൻ പറ്റുമെങ്കിൽ നീ എടുത്തോ. എടി ചന്ദ്രന് 10 100 കോടി പോയാൽ 100 കോടി നാളെ വരും. മനസ്സിലായില്ലേ? എന്റെ ആ മൈൻഡാണ്. പറഞ്ഞു വിടറാ സൂര്യ. എന്താ ഈ റാഷ മാലിക്കിന്റെ നമ്പർ ആരാ അയച്ചു തന്നിരിക്കുന്നത്? ആരും നോക്ക്. ആരയച്ചെന്ന് കാണുമല്ലോ അതില്. അതൊരു നമ്പർ ആണ്. ആ നമ്പർ പറ കേക്കട്ടെ. നിങ്ങൾ ആരുടെ അടിച്ചു നോക്ക്. 85977717 ഹലോ ബ്രോ, ഒരു വണ്ടി ആരാന്ന് കേട്ടില്ല. മാലിക് മാത്രമേ കേട്ടുള്ളൂ. ലൊക്കേഷൻ തരൂ. ഹലോ, ലൊക്കേഷൻ തരൂ. അത് റാഷാ മാലിക്ക് സാർക്ക് ക്രഷുള്ള കൊച്ച്. യാസ്മിൻ ഇവന്റെ അന്ന് മറ്റേ ഞാനൊരു കൊട്ടേഷൻ സെറ്റപ്പ് തുടങ്ങിയപ്പോഴത്തേക്കും അവളെ തട്ടിക്കൊണ്ടുപോയതിന് അവളെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിട്ട് ഇതാക്കിയത്. എടി നിനക്ക് എന്നെ പറ്റി അറിഞ്ഞുകൂടെങ്കിൽ നീ മിണ്ടാണ്ടി. നിന്നെ തട്ടിക്കൊണ്ടുപോയ നിന്നെയൊക്കെ ചോദിക്കാൻ പറയാനേ. നിന്റെ ഈ മറ്റേ പെരിയമ്മയും ഈ എവിടെ കൂടി വന്ന ഒക്കൂല. മനസ്സിലായില്ലേ? അന്ന് എനിക്ക് കിട്ടിയ 4 കോടിയാ റാഷാ മാലിക്കിനെ. റാഷാ മാലിക്കല്ലേ അന്ന് യാസ്മിനെ കണ്ടുപിടിച്ചു കൊടുത്തേനെ. ഈ സൂര്യയുടെ നമ്പറിലോട്ട് അത് ബ്ലൂ അത് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ നോക്ക്. അത് ഇങ്ങോട്ടാ. ഇത് ചന്ദ്ര അലീന
ഇവിടെ കൊറേ ആൾക്കാർ വന്നിട്ട് എല്ലാം കേക്കുന്നുണ്ട്. അത് ഫാമിലി മാറ്റർ അല്ലേ, കുറച്ച് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണ്ടേ? അല്ലല്ല, അത് കുഴപ്പമില്ല. അല്ല, നമ്മളേന്ന് ഫോണൊക്കെ വാങ്ങി ഈ പബ്ലിക് സ്ഥലത്ത് നോക്കണമെങ്കിൽ നോക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്റെ ഫോൺ വാങ്ങി നോക്കിയില്ലേ? എന്റെ ഫോൺ എടി നിന്റെ ഫോൺ വാങ്ങിയിട്ട് ഒരു മെസ്സേജ് പോലും ചന്ദ്രൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ തല വെട്ടി വെക്കൂടെ ഞാൻ. അത് വായിക്കാൻ അറിയത്തുണ്ടല്ലേ, സത്യം പറ. എടി നിന്നെ പോലെ അഞ്ഞാളം സോറ്റി ഇരിക്കണല്ലോ ഞാൻ BA മനസ്സിലായില്ലടി. പാസ്വേഡ് എന്തായിരുന്നു? 8590 21. എന്തിനാ നീ പാസ്വേഡ് ഒക്കെ ഇട്ട് വെച്ച്? നോക്ക് നല്ല നോക്ക് വിശദമായിട്ട് നോക്കിക്കോ. നീ എന്തിനാണ് ചന്ദ്രൻ ഈ പെൺപിള്ളേരെ നമ്പർ കൈ കൊടുത്തേക്കുന്നത്? കൃത്തിക, ജെസ്സി, ചന്ദ്രൻ, ജെസ്സി നമ്പര് അനിയത്തി. നിന്റെ അനിയത്തിന്റെ നമ്പർ അയച്ചെന്നല്ലാണ്ട് വേറൊന്നും ചെയ്യില്ലല്ലേ? മറ്റേ നീ എന്തിന് ചന്ദ്രന് ഈ അഭിനിയുടെയും ബ്ലൂന്റെയും സെറീനയുടെയും ഡേസിയുടെ ഒക്കെ നമ്പർ അയച്ചു കൊടുത്തേക്കുന്നത്? സൂര്യ നീ ഇന്നലെ சொன்னிല്ലേ നിന്റെ ഫോൺ ഇറേസ് ചെയ്യാൻ പോണ, അപ്പൊ നമ്പറിൽ എന്തെങ്കിലോട്ട് അയച്ചു ഇട്ടേക്കാൻ നീ എന്താ പറഞ്ഞില്ലേ ഇന്നലെ? പെണ്ണുങ്ങളുടെ നമ്പറൊക്കെ അവന്റെ ഫോൺ നമ്പറിലോട്ട് പോയി പറഞ്ഞത്. താങ്ക്സ്. അവ ഇപ്പൊ എന്തോ പറഞ്ഞത്? അവന്റെ ഫോൺ നിന്റെ ചെവിക്കകത്ത് ഉണ്ണിയായിരുന്നത്. അവൻ തന്നെ. നീ അങ്ങനെയല്ലല്ലോ ഇപ്പൊ പറഞ്ഞത്. അപ്പ നിന്റെ ഫോൺ വാങ്ങിട്ട് അപ്പ അയച്ചിട്ട് തിരിച്ചു തന്നല്ലേടാ പറഞ്ഞേ? ഓൾറെഡി അവൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? അവന്റെ ഫോൺ ഇതാക്കണോണ്ട് നമ്പറിന്റെ അയച്ചിട്ടേന്ന്. ഞാൻ കേട്ടതല്ലേ നീ കേട്ടത്? അപ്പൊ ഫോൺ വാങ്ങിച്ച് അതൊക്കെ അയച്ചുകൊണ്ട് ഞാൻ ലാസ്റ്റ് വേസ്റ്റ് അപ്പാന്ന് പറഞ്ഞത് അതന്നെ ഞാൻ കേട്ടത്. അല്ലെ നീ അതന്നെയല്ലേ കേട്ടെ? ഉരുളല്ലേ ചന്ദ്ര? ഞാൻ മറ്റേ ഉരുളി കമത്തി കൊച്ചുണ്ടാക്കാൻ പോണ പൊടിയടിച്ച്. എന്റെ ക്ഷീണം മാറിയിട്ടില്ലല്ലോ. அம்மா ஓடுமா, நடந்ததெல்லாம் நடந்து போச்சுமா. பிரச்சனையை ஊதி பெருசாக்காதம்மா. അല്ല ഇതിന് ശരിയാവൂല. എന്റെ ഫോൺ വാങ്ങി എന്റെ പേഴ്സണൽ ഒന്ന് സംസാരിച്ചോട്ടാ. നിന്റെ ഫോൺ വാങ്ങിട്ട് ഒരു മെസ്സേജ് നോക്കില്ലടാ. ഒരു മെസ്സേജ് എടാ സൂര്യ വിശ്വസിക്കാൻ പറ്റാറുണ്ട്. വിശ്വസിച്ചാൽ ഒരു മെസ്സേജ് சத்தியமா சொல்றேம்மா, அப்பா நேத்துக்கு மெசேஜ் பார்க்கல. உங்ககிட்ட எவ்வளவு அமௌண்ட் இருக்கு மட்டும் தான் ചോദിച്ചാரு. வேற எதுவுமே ചോദിക്കல. എങ്ങനെ വിശ്വസിക്കും? ഈ ഇടത്ത് ഇതുവരെ പറഞ്ഞ എല്ലാം കള്ളമാണ്. കൊച്ചു പയ്യ. ബ്രോ എന്റെ പേര് ചന്ദ്രൻ. എന്ത് പറ്റി? എടാ പച്ച ബാഗിട്ട കൊച്ചു പയ്യ. എടാ ഈ കൊക്കിനെ കൊടുക്കണോണ്ടാ.